മുടിയൊക്കെ ചീവി നിൽക്കണ കാണുമ്പോൾ വിചാരിക്കും എന്തോ ഒരു ഫോട്ടോഷൂട്ടിന് വന്ന് നിൽക്കുക എന്നുള്ളത്. രാജ്യത്തെ കൂട്ടിക്കൊടുക്കാൻ നോക്കിയതിന്റെ ഭാഗമായിട്ട് പോലീസുകാർ പൊക്കിയതാ. അല്ല 8ന്റെ പണി കിട്ടി. ഏകദേശം ഒരു 3 ഇപ്പം മലയാളികളായ ആളുകളെ തന്നെ പൊക്കിയിട്ടുണ്ട്. അതായത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് പൂട്ടിയതാ, രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന് പൂട്ടിയതാ. അതുപോലെ തന്നെ റിയാസ് സലീം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അയാളെയും ഇപ്പോൾ പൂട്ടും. അയാൾക്കെതിരെയും ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ വരാൻ പോവുകയാണ്. ഒരുപാട് എണ്ണമുണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു, നമ്മുടെ നാട്ടിനെ തന്നെ ഒറ്റുകൊടുക്കാൻ നിൽക്കുന്ന ആളുകൾ. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഹെഡ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് നേരെ കടക്കാം. INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടി കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്തയാൾ അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാനാണ് പിടിയിലായത്. കോഴിക്കോട് നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയായിരുന്നു ഫോൺ കോൾ. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ തേടിക്കൊണ്ട കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തേക്ക് ഇയാൾ ഫോൺ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇയാളുടെ സംശയം. ഇത്തരത്തിൽ ഇവർ പരിശോധിക്കുകയും വ്യാജ ഫോൺ കോൾ ആണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു നാവികസേന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഹൈന്ദവ നാമം സ്വീകരിച്ചു, ഞാൻ ഇന്ന ആളാണ്, മോദിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, INS വിക്രാന്ത് ഇപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആ വാക്കുകളിൽ നിന്ന് തന്നെ ആള് ഫേക്കാണെന്ന് മനസ്സിലാവും. കാരണം ആർമി ഉദ്യോഗസ്ഥന്മാരുടെ സ്ലാങ്ങിൽ ആ ഒരു സംസാര രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ മണകോണാഞ്ചൻ അറിയില്ല. എന്തായാലും INS വിക്രാന്ത് എവിടെയാണ് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ഇപ്പം എന്തായിരുന്നു അവൻ്റെ ഉദ്ദേശം നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും ആളെ പൊക്കിയിട്ടുണ്ട്. ആളുടെ ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, വീട്ടിലെ പുസ്തകങ്ങൾ, എല്ലാ സാധനവും പൊക്കിയിട്ടുണ്ട്. അതെന്തിനാ പൊക്കുന്നേ? അവനെ ഒന്ന് നന്നായിട്ട് കുടഞ്ഞാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും അവൻ എന്തിനു ചെയ്തു എന്നുള്ളത്. പാകിസ്ഥാന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ചെയ്തതാവാനും സാധ്യതയുണ്ട്. അങ്ങനെ പാകിസ്ഥാന് ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോർത്തി കൊടുത്തതിൽ മുസ്ലിങ്ങളുടെ പങ്കിനേക്കാൾ കൂടുതൽ ഹിന്ദുക്കളുടെ പങ്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ചില ആളുകൾ പറയുന്നത് മുസ്ലിങ്ങളൊക്കെ ആ വാദികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ആളുകൾ എന്താ പറയുക? ഈ വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ഇവിടെ ഞാൻ ഒരു തീവ്രവാദിയുടെയും കൂടെ നിൽക്കില്ല. ഹിന്ദു ആണെങ്കിലും ശരി, മുസ്ലിമാണെങ്കിലും ശരി, ക്രിസ്ത്യൻ ആണെങ്കിലും ശരി, നമ്മുടെ രാജ്യത്തെ കൂട്ടിക്കൊടുക്കുന്ന ഒരു നാറിയുടെ കൂടെ ഞാൻ നിൽക്കില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഫാക്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കണം. കുറച്ച് വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. സൈനിക വിവരങ്ങൾ ചോർത്തിയതിന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരൻ അറസ്റ്റായിരിക്കുന്നു. സത്യേന്ദ്ര സിവാൽ എന്നയാളാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റേതാണ് നടപടി. വിവരങ്ങൾ ഭീകര സംഘടനയായ ISIക്ക് ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. പാക് ചാര സംഘടനയായ ISIക്ക് വിവരം ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് മലയാളി വ്യോമസേന ഉദ്യോഗസ്ഥനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബിലെ ഭട്ടിൻഡയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം സ്വദേശി KK രഞ്ജിത്താണ് അറസ്റ്റിലായത്. പാക് ചാര സംഘടനയായ ISIക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് ആരോപിച്ച് വ്യോമസേന ഉദ്യോഗസ്ഥനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അരുൺ മഡ്വരെയാണ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ അതീവ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാൻ ചാര സംഘടനയായ ISIക്ക് ചോർത്തി നൽകിയ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥൻ പിടിയിൽ. ദീപക് ഷിർസാത്ത് എന്നയാളെ മഹാരാഷ്ട്ര ആന്റി സ്ക്വാഡാണ് പിടികൂടിയത്. യുദ്ധവിമാനങ്ങളെക്കുറിച്ചും അവയുടെ നിർമ്മാണ യൂണിറ്റിനെയും കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഇയാൾ ചോർത്തി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യൻ തീര സംരക്ഷണ സേനയുടെ കപ്പലുകളെ പറ്റിയുള്ള നിർണായക വിവരങ്ങൾ 200 രൂപ ദിവസക്കൂലിക്ക് പാകിസ്ഥാന് ചോർത്തിയ യുവാവ് ഗുജറാത്തിൽ അറസ്റ്റിൽ. ഗുജറാത്തിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 200 രൂപ ദിവസവേതനത്തിനാണ് ദീപേഷ് എന്ന യുവാവ് തീരസംരക്ഷണ സേന കപ്പലുകളുടെ സഞ്ചാരത്തെ പറ്റിയുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രാജസ്ഥാനിലെ ഗംഗാനഗറിന് സമീപം ഇന്ത്യൻ ആർമിയുടെ ഒരു ആയുധപ്പുരയുണ്ട്. ഈ ആയുധപ്പുരയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ സൈനിക ഇന്റലിജൻസിന് ഉണ്ടായി. ഒരാളുടെ പേര് വികാസ് കുമാർ, രണ്ടാമത്തെ ആളുടെ പേര് ചിമൻലാൽ. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി അടക്കം 3 പേരെ NIA അറസ്റ്റ് ചെയ്തു. മലയാളിയായ അഭിലാഷ് PA കൊച്ചിയിൽ നിന്നാണ് അറസ്റ്റിലായത്. നാവികസേനയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിയെന്നാണ് കേസ്. ഇതിൽ കൂടുതലും ഉദ്യോഗസ്ഥന്മാരാണ്. ആർമി ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടുത്തെ തൊഴിലാളികളുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്. ഹൈന്ദവ നാമങ്ങളാ. ഇത് ഏകദേശം ഒരു 5 വർഷത്തിനിടയിൽ ഇങ്ങോട്ടുണ്ടായതാണ്. ഇനിയുണ്ട് കേട്ടോ. ഈ 2-3 എണ്ണം കൊണ്ടുവന്നിട്ട് 12 എണ്ണം കൊണ്ടുവന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട, ഇനിയുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ ആളുകളുടെ പേരൊക്കെ ഹിന്ദു ആണല്ലോ. അതിനർത്ഥം എല്ലാ ഹിന്ദുക്കളും തീവ്രവാദികളാണ് എന്നാണോ? അല്ലല്ലോ. ചില കൂട്ടിക്കൊടുപ്പുകാർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുറച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അതാണ് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് തന്നെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവറ്റകളൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അത് ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് ചില ടീമുകളാണ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്.
ഒരുപാട് ഞങ്ങൾ വലിയ രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് എന്നൊക്കെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഷെയർ ചെയ്തതും കണ്ടിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല, കാരണം അതിൻ്റെ ആധികാരികത നമുക്കറിയില്ലല്ലോ. ഇവിടെ ന്യൂസ് ചാനലുകൾ കൊടുത്ത കുറച്ച് ന്യൂസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനിയും ഉണ്ട്, കൊണ്ടുവരണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. കാരണം അത്ര നേരം ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ പറയുക, അത് തലക്കുള്ളി കയറുന്നവർക്ക് കയറട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നമ്മളിപ്പോൾ കേരള പോലീസ് പൊക്കി, അതേപോലെ തന്നെ NIA ഒക്കെ പൊക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്. ആരാണോ തീവ്ര മനോഭാവത്തോട് കൂടിയിട്ട് സ്വന്തം നാടിനെ, പെറ്റമ്മയെപ്പോലെ കാണേണ്ട നാടിനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് ശിക്ഷ തൂക്കുകയർ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്തായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ NIA കാര്യങ്ങളൊക്കെ അന്വേഷണങ്ങളും അറസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ ഇതിന്റെ മുന്നേയും നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമിലാണ്, ഈ ഒരു ടൈമിൽ സ്വന്തം നാടിനെ കൂട്ടിക്കൊടുക്കുന്നത് ഏത് നാറിയാണെങ്കിലും അവനെ പിടിച്ച് അകത്തിടണം. അത് ജാതിയും മതമൊന്നും നോക്കണ്ട, അത് ഏതൊരു ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇവനെ ഒന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാളും കൂടെ വന്നിട്ടില്ലല്ലോ, ആരും വരില്ല. ഇവന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാവാനാണ് സാധ്യത. വേറൊരു യുദ്ധം പോസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇനിയും ഇവിടെ വന്ന് അടിക്കണം, കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് അവന്റെ പോസ്റ്റാണ്, അവൻ ആദ്യം പൊക്കി. അത് കഴിഞ്ഞിട്ട് ഇവനെ പൊക്കി. അത് കഴിഞ്ഞ് വേറൊരാള് കർണാടകയിൽ നിന്ന് ഒരുത്തനെ പൊക്കിയിട്ടുണ്ട്. ഒക്കെ മലയാളികളെ കുറച്ച് ആളുകളെ പൊക്കിയിട്ടുള്ളൂ. പക്ഷേ മലയാളികൾ മാത്രമല്ല, നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാ. മമ്മൂട്ടി മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിന്റെ അടിയിലും വന്ന് കുറെ മലയാളികൾ കമന്റ് ഇട്ടിട്ടുണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയും തേച്ചൊട്ടിക്കാണെന്ന രീതിയിൽ ചെയ്യുന്നതാണെങ്കിലും രാജ്യത്തിനെ അപമാനിക്കുന്നത് തുല്യാണത്. അതുകൂടാതെ തന്നെ ഒരുപാട് സ്മൈലീസ്, ചിരിക്കുന്ന സ്മൈലീസ്, ആംഗ്രി സ്മൈലീസ് ഒക്കെ ഇട്ടത് കൂടുതൽ ഹിന്ദിക്കാരാ. അപ്പോൾ സ്വന്തം രാജ്യം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ മലയാളികളുടെ എണ്ണം കൂടുതലാണ്, മലയാളികളായ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, അതേ അളവിൽ ഹൈന്ദവനായ ആളുകളുണ്ട്. എല്ലാവരും കണക്കാണ്. ഇവിടെ തീവ്രമായിട്ട് ഒരു മതത്തെ ഇഷ്ടപ്പെടുന്ന, ആ മതത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളിൽ തീവ്ര മനോഭാവമുണ്ട്. അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നില്ല, രാജ്യത്തിനെതിരെ നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഇന്ത്യയോട് സ്നേഹമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് വിഷമമുണ്ട്. ആ വിഷമം ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ മുസ്ലിങ്ങളെയും നിങ്ങൾ അതാക്കി പറയുമ്പോൾ അവര് മാത്രമല്ല ഇവരുമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ ഈ രാജ്യത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. രാജ്യത്തെ സ്നേഹിക്കുക. രാജ്യം ഒരു അപകടത്തിൽ നിൽക്കുമ്പോൾ അപകടത്തിലെ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കാൻ, സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും രക്ഷാകവചം ഒരുക്കുക എന്ന കാര്യം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഇങ്ങനെ ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ വാർത്തയുടെ അടിയിലെ കമന്റുകൾ മുഴുവൻ മുസ്ലിങ്ങൾ ഫുള്ള് ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കിടക്കുക. നേരെ തിരിച്ച് ഒന്നും വേണ്ട. 4 മാസം മുമ്പാണ് അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ നാവികസേനയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതാ. എന്തുകൊണ്ട് അഭിലാഷിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എല്ലാ ഹിന്ദുക്കളും അതാണ് ഇതാണെന്ന് പറഞ്ഞ് വരാത്തത്? അവർ വന്നിട്ടില്ല. ഞാൻ കാര്യമായിട്ട് പറയാണ്. ഇപ്പോൾ 2 മാസം മുമ്പാണ് ഇത് വലിയ രീതിയിൽ ആളുകൾ അറിയുന്നത് തന്നെ. 4 മാസം മുമ്പ് നടന്ന കാര്യം 2 മാസം മുമ്പാണ് ആളുകൾ അറിയുന്നത് പോലും. നേരെ തിരിച്ച് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് ചെയ്യുമ്പോൾ എല്ലാവരും അറിയുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. തീവ്രവാദികൾക്ക് മതമൊന്നുമില്ല എന്നുള്ള സത്യം. ഈ ഇന്ത്യയുടെ അകത്ത് നിന്നിട്ട് ശരിക്ക് നമ്മളെ രാജ്യത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുണ്ട്. അതിൽ മതം ഞാൻ ഒരിക്കലും തിരയാൻ പോയിട്ടില്ല. ഇവിടെ കൃത്യമായി കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഹിന്ദുവിനുണ്ട്, മുസൽമാനും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഇവിടെ തമ്മിൽ തല്ലുകയല്ല വേണ്ടത്. ഈ ക്രൂരത ചെയ്തിട്ടുള്ള ഈ നാറികളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഹിന്ദുവോ മുസൽമാനും ക്രിസ്ത്യനും അങ്ങനെ നിൽക്കണ്ട, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഇതാ ഇന്ന ആള് രാജ്യത്തിനെതിരെ സംസാരിക്കുന്നു, ഉടനെ റിപ്പോർട്ട് ചെയ്തിട്ട് അവനെ അതിന്റെ അകത്ത് കയറ്റുന്നത് എന്താ തെറ്റ്? ഒരു തെറ്റില്ല. ഇപ്പൊ ഏറ്റവും വലിയൊരു തെറ്റാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. INS വിക്രാന്ത് ഇപ്പൊ എവിടെ കിടക്കുന്നതെന്ന് അറിഞ്ഞാൽ നേരെ പാകിസ്ഥാന് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ധരിക്കുക. എന്തായാലും ആളെ പൊക്കിയിട്ടുണ്ട്, ആളുടെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൊക്കേണ്ടവരെ മുഴുവൻ പൊക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിന്നുകൊണ്ട് ഈ മഹാരാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന ഒരു ചാരന്മാരെ പോലും റോട്ടിലിറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. നേരെ കൊണ്ടുപോയി അകത്തിട്ട് കൊടുക്കേണ്ട ശിക്ഷകൾ ഇന്ത്യൻ ആർമി കൊടുത്തോളും. അത്ര തന്നെ. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇവിടെ തമ്മിൽ തല്ലരുത്. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ, വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.